ബാർ കോഴ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം നിയമപരമായ ബാധ്യത നിറവേറ്റാൻ വേണ്ടി മാത്രമാണെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കേസ് കോടതിയിലെത്തിയാൽ ഉയരാനിടയുള്ള വിമർശനങ്ങളെ തടയാനാണ് പ്രാഥമിക അന്വേഷണം. എന്നാൽ ബിജു രമേശ് വിജിലൻസിന് മുന്നിൽ തെളിവുകളുമായി എത്തിയാൽ സർക്കാരിന്റെ നീക്കങ്ങൾ പാളും. ധനമന്ത്രി കെ എം മാണിക്കെതിരെ ബാറുടമ ബിജു രമേശ് ഉയർത്തിയ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. കത്ത് തള്ളിക്കളഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലാക്കിയ ആഭ്യന്തരമന്ത്രി പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരുന്നു നിർദ്ദേശം. സാധാരണ രീതിയിലൊരു പരാതി വന്നാൽ അതേക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തുക എന്നുള്ളത് തികച്ചും സാധാരണമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന ബിജു രമേശിന്റെ പ്രഖ്യാപനം കൂടി സർക്കാരിനെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഹൈക്കോടതി, ലോകായുക്താണെങ്കിൽ ലോകായുക്ത്, ഏത് കോടതിയിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഫയൽ ചെയ്യാൻ ഞാൻ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതിയിലെത്തിയാൽ സർക്കാരിന് അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ചെറുതാകില്ല. കോടതി ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ പരാമർശം നടത്തിയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും സർക്കാരും കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ പേരിനെങ്കിലും ഒരു പ്രാഥമിക അന്വേഷണം വേണമെന്ന നിഗമനത്തിൽ സർക്കാർ എത്തിച്ചേരുകയായിരുന്നു. അന്വേഷണം കെ എം മാണിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന ആക്ഷേപവും ആരോപണം ഉന്നയിച്ച ബിജു രമേശ് ഉയർത്തുന്നുണ്ട്. 100% അതിൽ യാതൊരു വിശ്വാസവുമില്ല, അതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം. എന്നെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മുഖച്ഛായ രക്ഷിക്കാനോ വേണ്ടിയാണ് ഒരു വിജിലൻസ് എന്നുള്ള ഒരു പ്രഹസനം നടത്തുന്നത്. തന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന തെളിവുകൾ ബിജു രമേശ് വിജിലൻസിന് കൈമാറിയാൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ പാളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.